എന്നോട് കുറേ പേര് കമൻറ്റ് വഴി ചോദിച്ചായിരുന്നു നമ്മുടെ ജിയോ ടി വി ഫയർ ടി വി സ്റ്റിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതിൻ്റെ ഒരു മറുപടിയായിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്ക്രീനിൽ നമ്മുടെ ജിയോ ടി വിയാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഫയർ ടി വി സ്റ്റിക്കാണിത്. ഞാൻ ഹോം സ്ക്രീനിലോട്ട് പോകാം. അത് ഫയർ ടി വി സ്റ്റിക്ക് തന്നെയാണ്. ഇത് ജിയോ ടി വിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്കൊരു മൗസ് പോയിൻ്റർ എന്തായാലും ഇത് വർക്ക് ചെയ്യാൻ വേണം. അതാണ് ഇതിൻ്റെ ഒരു മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വേണ്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സ്ക്രീനിലൊരു മൗസ് പോയിൻ്റർ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൗസ് പോയിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷനെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടില്ലേ, നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാനും ഏത് ചാനൽ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാനും പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിയോ ടി വി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇന്ന് വീഡിയോ കാണിക്കുന്നത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതുപോലെ നമുക്ക് എങ്ങനെ നമുക്ക് ചാനൽസൊക്കെ കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജിയോയുടെ നമ്പർ വേണം. നമ്പർ ഇല്ലാതെ പറ്റത്തില്ല. നമുക്ക് ഈ ആപ്പ് ലോഗിൻ ചെയ്യണമെങ്കിൽ ജിയോ നമ്പറും അതിൻ്റെ OTPയും വേണ്ടി വരും. ജിയോ നമ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കൂട്ടുകാർ അടുത്തുള്ളവരുടെ നിന്നോ ഒക്കെ ജിയോയുടെ നമ്പർ ഒന്ന് എൻ്റർ ചെയ്തിട്ട് OTP വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചാനൽ പ്ലേ ആകുന്നൊന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മൗസ് പോയിൻ്റർ ആക്ടിവേറ്റ് ചെയ്യാം. സ്ക്രോൾ ചെയ്യാൻ പോവാണ്. ഈ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സ്ക്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈ മൗസ് പോയിൻ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയെന്നെല്ലാം കാണിക്കാം. അതുകൊണ്ട് ഞാൻ സിംഗിൾ ചാനൽ പ്ലേ ചെയ്ത് കാണിക്കാം. കോപ്പിറൈറ്റുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും പ്ലേ ആവുന്നത് ബ്ലർ ചെയ്യും. ഡിസ്പ്ലേ കണ്ടില്ലേ. ഇനി നമുക്കത് ഈ ഒരു സ്ക്രീൻ വലുതാക്കാനും പറ്റും. ഞാൻ കാണിച്ചു തരാം. സൗണ്ട് കുറയ്ക്കാം. ഇവിടെ കണ്ടില്ലേ, ഈ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് മൗസ് പോയിൻ്റർ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ സ്ക്രീൻ വലുതായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ജിയോ ടി വി യൂസ് ചെയ്യുന്നത്. സിമ്പിളാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ അതിൻ്റെ മൗസ് പോയിൻ്റർ ഇൻസ്റ്റലേഷനും അതിൻ്റെ ബേസിക് സെറ്റിങ്സ് എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ പോവുക. ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സ് ബട്ടൺ എടുക്കുക. മുകളിൽ കാണാം സെറ്റിങ്സ് ബട്ടൺ. ഇവിടെ നിങ്ങൾ ഇല്ലേ ഈ മൈ ഫയർ ടി വി എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഡെവലപ്പർ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഡെവലപ്പർ ഓപ്ഷൻസിൽ കയറി ഈ രണ്ട് ഓപ്ഷനും ഓൺ ആക്കണം. ഇപ്പോൾ ഓണാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഇത് സെറ്റപ്പിൽ ഇത് ഓഫായി തന്നെ ആയിരിക്കും കിടക്കുന്നത്. നമ്മളിത് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇത് രണ്ടും ഓണാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഹോം സ്ക്രീനിൽ വരാം. ഇവിടെ നമുക്ക് സെർച്ച് ബട്ടണിൽ വന്നിട്ട് ഡൗൺലോഡർ. അപ്പോൾ ഇത് കാണാൻ വിശ്വസിക്കുന്ന ഡൗൺലോഡർ എന്നൊരു ബട്ടൺ കണ്ടില്ലേ. ഈ ഡൗൺലോഡർ ക്ലിക്ക് ചെയ്യുക. ഈ യെല്ലോ കാണുന്ന അല്ലെങ്കിൽ ഓറഞ്ച് കളറിൽ കാണുന്ന ഈ ഒരു ഡൗൺലോഡ് എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ ആപ്പ് സ്റ്റോറിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻസ്റ്റാളിങ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ ആപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആവും. കണ്ടില്ല, ഓപ്പൺ ചെയ്യുക. ഇവിടെ ന്യൂ സെർച്ച് ആഡഡ് ടു URL ഫീൽഡ് അത് ഓക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ tech.uk.com/downloads എന്നുള്ളൊരു വെബ്സൈറ്റിലോട്ട് പോവുക. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ URL കാണാം, www.tech.uk.com/downloads. ഈ വെബ്സൈറ്റിൽ പോയിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നമുക്ക് താഴോട്ട് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് യൂട്ടിലിറ്റീസിൽ ഇത് കണ്ടില്ലേ, മൗസ് ടോഗിൾ 1.06 വേർഷൻ വർക്ക്സ് ഓൺ ലേറ്റസ്റ്റ് 4K ഫയർസ്റ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ അതാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്കത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം നമ്മൾ മൗസ് പോയിൻ്ററാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റാളായി. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഈസിയാണ് സ്റ്റെപ്സ് എല്ലാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ IP ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മളിനി അടുത്തത് പോകുന്നത് നമ്മുടെ സെറ്റ് ഓറിയൻറ്റേഷൻ എന്നൊരു സാധനമുണ്ട്.
നമുക്ക് മുകളിൽ കാണാം സെറ്റ്, ഇത് കണ്ടില്ലേ, സെറ്റ് ഓറിയൻറ്റേഷൻ. നമുക്ക് ജിയോയുടെ ആപ്പ് എന്തായാലും നമുക്ക് ടി വിക്ക് വേണ്ടി കമ്പാറ്റിബിൾ അല്ല. അതൊന്ന് നമുക്ക് കമ്പാറ്റിബിൾ ആക്കാൻ വേണ്ടി, സ്ക്രീൻ കമ്പാറ്റിബിൾ ആക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ഓറിയൻറ്റേഷൻ എന്നുള്ളത് സെറ്റ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. താഴോട്ട് വരാം. നമുക്ക് ഇവിടെ നമുക്ക് ഡൗൺലോഡ് നൗ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ കൊടുക്കാം. ഡൺ. അപ്പോൾ നമുക്ക് ഈ എ പി കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മളുടെ ഈ ഒരു ആൻഡ്രോയിഡിനകത്ത്, നമ്മുടെ ഈ ഒരു ഫയർ ടിവിനകത്ത് ജിയോ ടി വി സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ടാസ്ക്കാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി നമുക്കത് കോൺഫിഗർ ചെയ്യണം. നമ്മളിനി അത് കോൺഫിഗർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പോകേണ്ടുന്നത് നമ്മുടെ ഈ ഒരു നമുക്ക് മൗസ് ടോഗിൾ എനേബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ കണ്ടില്ലേ മൗസ് ടോഗിളുടെ സ്റ്റാറ്റസ് ഏറ്റവും എന്താണെന്ന് കാണാം, സ്റ്റാർട്ടിങ് സ്റ്റാറ്റസ് ആണ്. അത് സ്റ്റാർട്ടഡ് ആയാൽ മാത്രമേ നമുക്ക് മൗസ് ടോഗിൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ചോദിക്കുന്നുണ്ട് അലോ USB ഡീബഗ്ഗിങ്. അപ്പം അതൊരു ടിക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ ബട്ടൺ ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ചോദിച്ചു അത്. ഇൻ കേസ് ഇത് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ആദ്യം എനേബിൾ ചെയ്ത ഡീബഗ്ഗിങ് സെറ്റിങ്സ് ഉണ്ട്. മൈ ഫയർ ടിവിക്കകത്ത് ഡെവലപ്പർ ഓപ്ഷനകത്ത് ഡീബഗ്ഗിങ് ഉണ്ട്. അതൊന്ന് ടേൺ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്തിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു കമാൻഡ് ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. ഇത് വന്നില്ലാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാം. ഇൻ കേസ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്, സ്റ്റാർട്ടഡ് ആയില്ലെങ്കിൽ നമുക്ക് എനേബിൾ മൗസ് എന്നുള്ളതൊന്ന് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഓൺ ചെയ്യാം. മൗസ് ടോഗിൾ ആക്ടിവേറ്റ് ആയി. അത് സ്റ്റാർട്ടിംഗ് ആണെങ്കിലും മൗസ് ടോഗിൾ ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണാം. ഈ മൗസ് ടോഗിൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പ്ലേ പോസ് ബട്ടൺ ഉണ്ട്. നിങ്ങളുടെ പ്ലേ പോസ് ബട്ടൺ നിങ്ങൾക്ക് കാണാം, വെട്ടം കുറവാണ് ഇവിടെ. അപ്പോൾ പ്ലേ പോസ് ബട്ടൺ എന്ന് പറയുന്നത് ഒരു ബട്ടൺ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. നമ്മൾ മൗസൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്തില്ല, അതുപോലെ 2 വട്ടം ഫാസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ മൗസ് പോയിൻ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ മൗസ് ബട്ടൺ ഇങ്ങനെ 2 വട്ടം, ഇതൊക്കെ സൗണ്ട് കേൾക്കാം, 2 വട്ടം സ്പീഡിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു മൗസ് പോയിൻ്റർ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഇപ്പം മൗസ് പോയിൻ്റർ പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. നമ്മളിനി സെറ്റ് ചെയ്യേണ്ടുന്നത് സ്ക്രീൻ ഓറിയൻറ്റേഷൻ. അതിന് നമുക്ക് ഹോം സ്ക്രീനിൽ പോകാം. ഇൻസ്റ്റാൾ ചെയ്ത ഓറിയൻറ്റേഷൻ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓറിയൻറ്റേഷൻ ആപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡിസേബിൾഡ് ആണ്. ഇത് നമുക്ക് ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കിത് ഉപകാരം ചെയ്യും. കാരണം ചില ആപ്പുകളൊക്കെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിൽക്കും, അല്ലെങ്കിൽ ഫുള്ളി സെറ്റപ്പ് ഫുള്ളി നമുക്ക് ഓറിയൻറ്റേഷൻ കറക്റ്റുള്ള ആപ്പുകളൊക്കെ ഈ ഒരു ആപ്പ് നല്ലപോലെ സെറ്റാക്കി തരും. നമുക്കതിന് വേണ്ടി ലാൻഡ്സ്കേപ്പ് സെൻസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് സെൻസർ, അപ്പം ഓക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെറ്റിങ്സ്. ഇനി നമുക്ക് ജിയോയുടെ APK ഡൗൺലോഡ് ചെയ്യണം. ജിയോയുടെ APK ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. അതുവഴി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് സെൻഡ് ഇറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്, അതുവഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എങ്ങനെ സെൻഡ് ചെയ്യാന്നുള്ള APK. അപ്പോൾ സെൻഡ് ടു ഫയൽസ് നിങ്ങളുടെ ടി വിയിലും ആൻഡ്രോയിഡ് ടി വിയിലും അതുപോലെ നിങ്ങളുടെ ഫയർ സ്റ്റിക്കിലോ ഏത് ഡിവൈസ് ആണെങ്കിലും യൂസ് ചെയ്യുന്നത്, അതിൽ നിങ്ങൾ ഈ ഒരു സെൻഡ് ഫയൽസ് ടു TV എന്നുള്ള സാധനം, ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലും സെയിം ഡൗൺലോഡ് ചെയ്യുക. അത് നമ്മൾ എക്സാക്റ്റ് എങ്ങനെ ഷെയർ ഇട്ട് സെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൻഡ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാന്നുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. അതുപോലെയാണ് ഞാൻ ഈ ഒരു APK ഇങ്ങോട്ട് സെൻഡ് ചെയ്തെടുത്തത്. ആ APKയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ആ APK സെൻഡ് ചെയ്തെടുക്കാം. കാരണം സിമ്പിളാണ്. നിങ്ങൾ മൊബൈലിലൊന്ന് ഡൗൺലോഡ് ചെയ്യുക, സെൻഡ് ഫയൽസ് ടു TV എന്നുള്ള ഇത് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ മൊബൈലിലും ഈ സെയിം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ TVയിൽ റിസീവ് കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ ഫോണിൽ സെൻഡിങ് കൊടുക്കുക. എന്നിട്ട് APK സെലക്ട് ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫയർ TVയിൽ ഇത് വരും. അപ്പോൾ നിങ്ങളുടെ ഫയർ TVയിൽ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ആ ഫയൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫയൽ മാനേജർ, ഇവിടെ ഫയൽ മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫയൽ മാനേജർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫയൽ മാനേജർ എന്ന് സെർച്ച് ചെയ്യാം. ഈ ഫയൽ മാനേജർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഫയൽ മാനേജറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫയൽ മാനേജർ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തൊരു ഫയൽ മാനേജർ നിങ്ങളെ കാണിക്കാം. ഇത് നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റാൾ ചെയ്താലും വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ കമാൻഡറാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാണാം റൈറ്റ് സൈഡിൽ
ഫയൽ കമാൻഡറാണ്. എന്നിട്ട് നിങ്ങൾ ഫയൽ കമാൻഡർ വരിക, നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഡൗൺലോഡ്സ് എന്നൊരു ഫോൾഡർ ഉണ്ട്. ഈ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിലായിരിക്കും നിങ്ങളുടെ APK വന്ന് കിടക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. സിമ്പിളാണ്. നമ്മൾ മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് TVയിൽ ഫയർ TV സ്റ്റിക്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലേ, ഇത് ഓപ്പൺ ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇതിൻ്റെ ഒരു UI എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും കിടക്കുന്നത്, നമ്മുടെ മൊബൈലിലുള്ളതുപോലെ. പക്ഷേ ഈ ഒരു TVയിൽ ഈ ഒരു മോഡ് അത്ര ഒരു എഫക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Jio TVയുടെ ഏറ്റവും മുകളിൽ കാണാം, അവിടെ നിന്നൊരു ചെറിയ സർക്കിളുണ്ട്. ആ സർക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ കണ്ടില്ല, നമുക്കൊരു ടൈലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ല, ഇങ്ങനെ ആക്കാൻ പറ്റും, ടൈൽസ് ആക്കാൻ പറ്റും ഓരോന്നും. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഇനി എങ്ങനെ നമുക്കിത് സ്ക്രോൾ ചെയ്യാന്നുള്ളത്, നമ്മുടെ ഡീഫോൾട്ടായിട്ടുള്ള ഒന്നും വെച്ച് നമ്മുടെ മൗസ് വെച്ച് ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് മൗസ് പോയിൻ്റ് ഉണ്ട്. മൗസ് പോയിൻ്റർ വെച്ച് എങ്ങനെ സ്ക്രോൾ ചെയ്യാന്നുള്ളത് കാണിക്കാം. അതുപോലെ തന്നെ റിമോട്ട് വെച്ച് എങ്ങനെ സ്ക്രോൾ ചെയ്യാം എന്നുള്ളത് കാണിക്കാം. അതൊക്കെ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. നിങ്ങൾക്ക് കാണാം വെട്ടം കുറവാണ്. അതാണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലേ പോസ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താണ് നമ്മൾ മൗസ് പോയിൻ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഉണ്ടല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മൗസ് പോയിൻ്റർ കാണാൻ കണ്ടില്ലേ, നീങ്ങുന്നൊരു മൗസ് പോയിൻ്റർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആവും, ഉണ്ടല്ലേ. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൗസ് പോയിൻ്റർ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇനി സ്ക്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫാസ്റ്റ് ഫോർവേഡ് ബട്ടൺ താഴ്ത്തി കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് മേളത്തെ ഈ മെനു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രോൾ അപ്പ് ചെയ്യാനും പറ്റും, കണ്ടില്ലേ. ഇത് താഴ്ത്തി കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ, ഇത് മുകളിൽ കഴിഞ്ഞാൽ സ്ക്രോൾ അപ്പ്, നടുക്ക് കഴിഞ്ഞാൽ മൗസ് ബട്ടൺ ഡിസേബിൾ ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൗസ് ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സിമ്പിളാണ്, കണ്ടില്ലേ. ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ ഓപ്പൺ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനൽ ക്ലിക്ക് ചെയ്താൽ മതി, ചാനൽ ഓപ്പൺ ആവും. ഉണ്ടല്ലേ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫുൾ സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ ആവും. സിമ്പിളായിട്ട് നമുക്കിത് വർക്ക് ആവുന്നുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൗസ് ബട്ടൺ ആക്ടിവേറ്റ് ആവും. സ്ക്രോൾ അപ്പ്, സ്ക്രോൾ ഡൗൺ, ക്ലിയർ ആയില്ലേ, സ്ക്രോൾ അപ്പ്, സ്ക്രോൾ ഡൗൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൗസ് പോയിൻ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൗസ് പോയിൻ്റർ യൂസ് ചെയ്യുന്നത് ഈ ഒരു Jio TVക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന വീഡിയോ. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ആദ്യം നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ സംശയം ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്.